ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിനെ കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ആ ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഷാജിദ ഷാജി കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇവർക്കെതിരെ പറയുന്ന യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുത്തിട്ട് ആ വീഡിയോസ് റിമൂവ് ചെയ്യിപ്പിക്കുന്നു. നമുക്ക് ആ ഷോർട്സ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പോ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ്. പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇവരെയും ഇവരുടെ മക്കളെയും കരിവാരി തേച്ചിട്ടുള്ള വീഡിയോസിന്റെ യൂട്യൂബേഴ്സിനെതിരെ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ആ വീഡിയോ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്കെതിരെ കരിവാരി തേക്കുന്ന യൂട്യൂബേഴ്സിനെതിരെ ഉറപ്പായിട്ടും നിങ്ങൾ കേസ് കൊടുക്കുക തന്നെ വേണം. കാരണം കുട്ടികളിൽ വെച്ചിട്ട് ആരും അതേപോലത്തെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാണ്ടി പാടില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കരിവാരി തേക്കുന്നുള്ളത് മനസ്സിലായി, അത് നിങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളുടെ അയൽവാസികളായാലും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അയൽവാസിയുടെ അച്ഛൻ മരിച്ചിട്ടായാലും നിങ്ങൾ എന്തൊക്കെ അനാവശ്യങ്ങളാണ് ആ ഒരു വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞത്. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്വന്തം എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക, എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്കെതിരെ തിരിയാനായിട്ട്. ഇതിൽ നിങ്ങൾ കേസ് കൊടുക്കുമ്പോഴത്തേക്കും പോലീസുകാർ നോക്കൂലേ ഏത് വീഡിയോയിലാണ് ആൾക്കാർ റിയാക്ട് ചെയ്തത്. അപ്പോൾ പോലീസുകാരനെ ചിന്തിക്കൂലേ നിങ്ങൾ ഇത്രയും വളരെ മോശമായിട്ടും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതുവരെ ആൾക്കാർ ഒന്ന് റിയാക്ട് ചെയ്യുന്നത്. എന്റെ എളാമാന്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും. ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കേസ് വരും. അതേ നല്ല കാര്യം. അങ്ങനെ സമൂഹത്തിൽ ഇതേപോലെ നെഗറ്റീവായിട്ടുള്ള കാണിക്കുന്ന കാര്യങ്ങൾ റിമൂവ് ചെയ്ത് തന്നെ വേണം. എന്തെങ്കിലും വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഇത് വേണം ഇടാൻ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ശല്യമാകുന്ന വീഡിയോസ് റിമൂവ് ചെയ്യുക തന്നെ വേണം. അത് നല്ല കാര്യമാണ് സ്വീകരിച്ചത്. അപ്പോൾ അതേപോലെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചാനൽ നോക്കിയപ്പോഴത്തേക്കും പല വീഡിയോസും ഇതേപോലെ തന്നെ സമൂഹത്തിന് നെഗറ്റീവായിട്ട് രീതിയിൽ ബാധിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ അമ്മയുടെ ആ ഒരു ഡാൻസിൻ്റെ വീഡിയോ ആയാലും അതേപോലെ തന്നെ ഈ അടുത്ത് നിങ്ങൾ അയൽവാസിനെ തെറി പറയുന്ന വീഡിയോയും അതുപോലെ തന്നെ ആ പുള്ളിയുടെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്കും ആ പുള്ളിയുടെ അച്ഛനെ മരിച്ചു പോയെന്നുള്ള രീതിയിൽ അട്ടഹാസിച്ച് സന്തോഷിക്കുന്ന രീതിയും, പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ ഇതിലേക്ക് കൊണ്ടുവന്നുള്ള കാര്യം, അതിൽ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കുട്ടികളുടെ കാര്യം. ഇതിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പിള്ളേരെ ഇതിലേക്ക് വലിച്ചെടുക്കുന്നുണ്ടല്ലോ. അവരെ വളർത്തുന്നത് അയൽവാസിനെ തല്ലാനാണ് എന്നുള്ള രീതിയിൽ. അതൊക്കെ നിങ്ങൾ ഏതർത്ഥത്തിലാണ് പറയുന്നത്? പുല്ല നീ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കയ്യിലോടെ ആണുങ്ങളെ വളർത്തണ്ട, ആമ്പിള്ളേരെ വളർത്തണ്ട. തല്ലണ്ട പ്രായമാകുമ്പോ തല്ലിക്കോടെ നിന്നെ വെല്ലുക. ഇങ്ങനെ വിളിക്കണ്ടാ നിന്റെ മോനെ. അതല്ല, നിങ്ങളുടെ വീഡിയോക്കെതിരെ റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആരുടെയും വീഡിയോസ് ഒന്നും റിമൂവ് ആകുന്നില്ല. ഇവിടെ ഈ ഒരു ഇന്ത്യൻ ജനാധിപത്യ രീതിയിലുള്ള രാജ്യത്ത് ഇവിടെ ആർക്കും വിമർശിക്കാം, മനസ്സിലായല്ലേ? അത് ഒരാളെ വിദ്വേഷപരമായിട്ട് അടിച്ചമർത്തുന്ന രീതിയിൽ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന ആശയത്തോട് ആർക്കും ഹെൽത്തി ആയിട്ട് വിമർശിക്കാനുള്ള അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കെതിരെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നടപടി എടുക്കണം. അത് നല്ല കാര്യം തന്നെയാണ്. കെട്ടിയോനും ഇല്ലാണ്ട എനിക്ക് തന്തയില്ലാണ്ട് ആക്കിയില്ലട പടച്ചോന് മിസ്റ്റർ മുത്തു. അങ്ങനെ തന്നെ വേണടത്തമ്മാടി നായിന്റെ മോനെ. കാരണം മിസ്റ്റർ മുത്തു എന്ന് പറഞ്ഞ ഒരാൾ എനിക്കൊന്നും അയൽവാസി തന്നെയാണ് തോന്നുന്നത്. പുള്ളിനെ വിളിച്ചിട്ട് പന്നി നായിന്റെ മോനെന്നൊക്കെ വിളിക്കുന്നത്. ഇതേപോലെയാണ് ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതില് ആരുടെ വീഡിയോ ആണ് ഫസ്റ്റ് നീക്കേണ്ടത്? നിങ്ങളുടെ വീഡിയോ തന്നെയല്ലേ. അപ്പൊ ഇത് നിങ്ങൾ ഇതിനെതിരെ ഇങ്ങനത്തെ ചീത്ത വാക്കുകൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നും ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിനെതിരെ പല ആൾക്കാരും പ്രതികരിക്കും. അപ്പൊ ഇത്രയും രോക്ഷം കൊണ്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ സൈഡിലാണ് ഇപ്പോൾ മിസ്റ്റേക്ക് ആണ്. ഞാൻ ആദ്യം
കാണുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ലേഡി, ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് നിങ്ങളുടെ ആ പിള്ളേരെ വളർത്തുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സബ്സ്ക്രൈബേഴ്സിന് സപ്പോർട്ട് ഉണ്ട്, മനസ്സിലാവും. അവർ നിങ്ങളുടെ നല്ല വശം കണ്ടിട്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. ആ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ പല കാര്യങ്ങളും യൂട്യൂബിൽ നിന്നാണെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത്. അപ്പോൾ അവരുടെ പൊതു ചിന്ത അതിനെതിരെ നിങ്ങൾ ഇങ്ങനത്തെ അശ്ലീല വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വഴക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അത് പറഞ്ഞു തീർക്കുക. അങ്ങനെയാണ് നല്ല ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും മധ്യസ്ഥ ഉണ്ടെങ്കിൽ അത് മധ്യസ്ഥം വെച്ചിട്ട് അത് പറഞ്ഞു തീർക്കുക. അല്ലാണ്ട് എപ്പോഴും ഈ വഴക്കും വിദ്വേഷം മനസ്സിൽ വെച്ചിട്ട് എത്ര കാലം നിങ്ങൾ ജീവിക്കും? എന്തെങ്കിലും രാത്രി കാലത്ത് എന്തെങ്കിലും ഒരു ആപത്ത് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അയൽവാസികൾ തന്നെയുള്ളൂ. ബന്ധുക്കളൊക്കെ സെക്കൻഡറി ആണ്. കാരണം ബന്ധുക്കളൊക്കെ നമ്മൾ അടുത്ത് തന്നെ താമസിക്കണമെന്നില്ല, കുറച്ചും കൂടി അകന്ന് താമസിക്കുന്ന ആയിരിക്കും റിലേറ്റീവ്സ്. നമ്മളുടെ നെയ്ബേഴ്സ് ആരായിരിക്കും, അവരെ വേണം നമ്മളെപ്പോഴും കുറച്ചും കൂടി കൂടുതൽ കെയർ ചെയ്യാനായിട്ട്. കാരണം എന്തെങ്കിലും രാത്രി എന്തെങ്കിലും ഒരു അത്യാവശ്യം അപകടം വന്നിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് സഹായിക്കാനായിട്ട് അവർ മാത്രമേ ഉള്ളൂ. അടുപ്പിക്കട പുല്ല. എന്റെ അളാമാന്റെ മക്കള് വിവരമില്ലാത്ത രണ്ട് തെണ്ടികളുണ്ട്. വിവരം സ്കൂളിന്റെ പടിയും കണ്ടിട്ടില്ല, മദ്രസന്റെ പടിയും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു രണ്ട് തെണ്ടികളിനെ നിങ്ങൾക്ക് ഇവര് പറഞ്ഞ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളമയുടെ രണ്ട് മക്കളുണ്ട്, സ്കൂള് കണ്ടിട്ടില്ല രണ്ട് തെണ്ടികളെന്ന്. അപ്പൊ സ്കൂള് കണ്ട ഒരാളാണ് ഈ തെണ്ടി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതില് സ്കൂളിൽ പോയാൽ നിങ്ങൾക്ക് സ്കൂളിൽ പോകാത്ത അവർക്ക് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? എന്തെങ്കിലും മെച്ചം വേണ്ടേ? അവരുടെ വീഡിയോസ് ഒന്നും നമ്മളിങ്ങനെ അധികം കണ്ടിട്ടില്ല. നിങ്ങളാണ് ഇതേപോലെ കുറെ അസഭ്യം പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് സ്വയം വിലയിരുത്തുക. സ്കൂളിൽ പോകാത്ത അവരാണോ മെച്ചം, അല്ലെങ്കിൽ നിങ്ങളാണോ സ്കൂളിൽ പോയാൽ നിങ്ങളാണോ ഏറ്റവും മെച്ചം എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ വിലയിരുത്തുക. തന്ത ഇല്ലാണ്ടായില്ലേ? പടച്ചോൻ എന്റെ വിളി കേട്ടു. എന്റെ പടച്ചോൻ എന്റെ വിളി കേട്ടറ പുല്ല. നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എന്റെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ, നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ. അതാടാ പടച്ചോൻ. ഇത് ഒരാളുടെ അച്ഛൻ മരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ആ ഒരു ആഹ്ലാദ പ്രകടനം സോഷ്യൽ മീഡിയ വന്നിട്ടാണ് നടത്തുന്നത്. അത് എത്ര ബുദ്ധിശൂന്യമായ കാര്യമാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് എത്ര തന്നെ ഒരാളോട് ശത്രുത ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾക്ക് അയാൾ മരിക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യം അവിടെ വെച്ച് തീർന്നു. അപ്പോൾ ഇതേ രീതിയിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വളരെ വെറുപ്പുണ്ടാക്കുന്ന രീതിയിലും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ അടുത്തത് ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് ആ വീഡിയോസ് മോശം വീഡിയോസ് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ കേസ് കൊടുക്കുക. SI-മാരെയും ബാക്കിയുള്ളവരെയും പുല്ല നീ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കയ്യിലൂടെ ആണുങ്ങളെ വളർത്തണ്ട, ആമ്പിള്ളേരെ വളർത്തണ്ട. തല്ലണ്ട പ്രായമാകുമ്പോ തല്ലിക്കോടെ ഇത് നിന്നെ വെല്ലുക. ഇങ്ങനെ വിളിക്കണ്ടാ നിന്റെ മോ. ഇവരുടെ സ്വന്തം മക്കളുടെ മേലിൽ ആരാണ് കൈവരുത്തേക്കുന്നത്? ഇവർ തന്നെയാണ്. ആൺപിള്ളേരെ വളർത്തുന്നുണ്ട്, തല്ലേണ്ട പ്രായമാകുമ്പോഴത്തേക്കും തല്ലിക്കും എന്നുള്ള രീതിയിലുള്ള വെല്ലുവിളിയാണ് ഈ പുള്ളിക്കാരത്തി നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം മക്കളുടെ മേലിൽ കരുവാരി തേച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർ അതിൽ പറയുമ്പോഴത്തേക്കും ഞാൻ കാണുന്ന ആൾക്കാർ ഏതാ വിശ്വസിക്കേണ്ടത്? ഇവിടെ മിക്ക യൂട്യൂബേഴ്സും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മക്കളുടെ കാര്യങ്ങൾ ഈ യൂട്യൂബിൽ ഇതേപോലെ തെറ്റായ രീതിയിൽ നിങ്ങൾ കൊണ്ടുവരാണ്ടിരിക്കുക. നിങ്ങളുടെ നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്തോളൂ, ക്രീം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തോളൂ. പക്ഷേ ഇതേപോലെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിനെതിരെ ഓൾറെഡി കുറേ പേര് വിമർശിക്കും, മനസ്സിലായി? ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വിമർശിക്കും. കാരണം ഇത് ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. വേറെ എത്ര സെലിബ്രിറ്റീസും ആൾക്കാരൊക്കെ ഇപ്പോൾ ക്രീമും അവരുടെ ബിസിനസ്സും നല്ല രീതിയിൽ യൂട്യൂബിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് അതേപോലെ ചെയ്യാൻ പറ്റുന്നില്ല? ഇത് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടും. പക്ഷെ അത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോരാ, അതിലും വളരെ തരം താഴ്ന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ വിളിച്ചു പറയുന്നത്. ഈ ഒരു ലൈവിനെതിരെ കഴിഞ്ഞ ദിവസം ജിനൂസ് എന്നൊരു യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരൻ്റെ ചാനൽ ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഡൽഹി മലയാളീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് രമ മാഡം എന്തോ പേര് പറഞ്ഞത്. അപ്പോൾ അവരുടെ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിന് കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ആ ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പേറ്റന്റ് ഇല്ലാതെ, ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്ദിനി ചൗക്കിൽ 110 രൂപയ്ക്കും 160 രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള്, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ, ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരിൽ ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. ആ ക്രീം ഇടുന്നതിന് മുമ്പ് 450 രൂപയുടെ ക്രീം 900 1000 രൂപയ്ക്ക് വിൽക്കുന്നു. ശരി, അവർ ജീവിച്ചോട്ടെ. പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശമുണ്ട്. ഇവരുടെ ചാനൽ പൂട്ടാനുള്ള അതിന് ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടി വരും. കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും, പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ട് ഇവ നോക്കിക്കോളാന്. ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി? പ്രസവിച്ച് അവർ ഇത്രയും വളർത്തിയത് ഇവളെയല്ലേ, അതോ നാട്ടുകാരെയാണോ? പിന്നെ ആ ആമ്പിള്ളാരാണ്. ആമ്പിള്ളാരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി, അതിനെതിരായിട്ടൊരു ശക്തമായ നടപടി കോടതി എടുക്കണം. അതിന്റെ കേസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ. നമ്മൾക്ക് അതായത് നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ട്. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു, ചിരിക്കുന്നു, കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. നാളെ 15 പേര് അല്ലെങ്കിൽ 150 പേര് ഇത് കേൾക്കുമ്പോ അതിനകത്ത് ഒരു 50 പേര് ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് എന്താണ്, വിവരമില്ലായ്മയാണോ, എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഇവളുടെ പേരിൽ നിയമ നടപടികൾ എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനൊരു നിയമസഹായം തേടിയിട്ടുണ്ട്. തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വിവരക്കേടാണത്. പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട്. ഇത്രയും കണ്ടന്റ് തന്നെ മാത്രം മതി അവളുടെ ചാനൽ പൂട്ടാനായിട്ട്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ തന്നെ. അപ്പൊ ഇതേപോലത്തെ ഒരു വോയിസ് ക്ലിപ്പാണ് ഞാൻ കണ്ടത്. അപ്പൊ അവരേതായാലും കേസിന് പോകും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവർ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ കുട്ടികളെ പറ്റിയിട്ട് എന്ത് രീതിയിലാണ് പറഞ്ഞെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് പുനഃപരിശോധിക്കുക. യൂട്യൂബ് ചാനൽ റിമൂവ് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണതോട് എനിക്ക് യോജിപ്പില്ല. കാരണം അത് ഷാജിയുടെ ഒരു വരുമാനമായിരിക്കും. അപ്പോൾ അതിൽ ഇതേപോലുള്ള അശ്ലീല പരാമർശമുള്ള കണ്ടൻസ്, വളരെ തെറി പറയുന്ന രീതിയിലുള്ള കണ്ടൻസും കുട്ടികളെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ യൂട്യൂബിൽ ചിത്രീകരിക്കുന്ന ഈ വീഡിയോസൊക്കെ ഷാജിയുടെ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ നല്ലതായിരിക്കും. അല്ലാണ്ട് ചാനൽ ടെർമിനേഷനിലേക്ക് പോകണം എന്നുള്ള എന്തെങ്കിലും നടപടി വന്നാൽ എനിക്ക് അതിനോട് വിയോജിപ്പാണ് ഉള്ളത്. പുള്ളിക്കാരി തീർച്ചയായിട്ടും ഇതേപോലുള്ള സ്വന്തം തെറ്റുകൾ തിരുത്തി പഴയ രീതിയിൽ നല്ല രീതിയിൽ അവരുടെ ബാക്കിയുള്ള ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് മുന്നിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.